بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇരുത്തവും പരിശുദ്ധമായ ഖുർആനിൻ്റെ കേൾവിയും പാരായണവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഖുർആനിൻ്റെ ശഫാഅത്തിന് അല്ലാഹു നമ്മളെല്ലാവരെയും അർഹരാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്ത് ആലി ഇംറാനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 77, 78 രണ്ട് ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. അഥവാ കരാറുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമൂഹത്തിനോട്, വ്യക്തിയോട് നമ്മൾ കരാറുകളിൽ ഏർപ്പെടാറുണ്ട്. ആ കരാറുകൾ കൃത്യമായി പാലിക്കപ്പെടണം. അത് പാലിക്കപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? അതുപോലെ തന്നെ സത്യം ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം സത്യം ചെയ്യുക, എന്നിട്ട് ആ സത്യ ലംഘനം നടത്തുക, അതും ഗൗരവമുള്ള കാര്യമാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും, കരാറുകളെ ലംഘിക്കുക, ശപഥങ്ങളെ ലംഘിക്കുക, ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്തുകൊണ്ടെന്നാൽ അവര് ദൈവസാമീപ്യം കിട്ടിയ ആളുകളാണ് എന്നും അവരിലുണ്ടാകുന്ന ഇത്തരം തെറ്റുകൾ, കുറ്റങ്ങൾ അവരെ പൊറുക്കപ്പെടുമെന്നും അവർക്ക് വേണ്ടി അവരുടെ പുണ്യാളന്മാർ ദൈവത്തിനോട് ശുപാർശ ചെയ്യുമെന്നുമുള്ള വികലമായ വിശ്വാസം ജൂതന്മാർക്കുണ്ടായിരുന്നു. അതിനെ തിരുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വ അയ്മാനിഹിം സമനൻ ഖലീല. അല്ലാഹുവോടുള്ള പ്രതിജ്ഞയും അതേപോലെ തന്നെ സ്വന്തം ശപഥങ്ങളും നിസ്സാര വിലയ്ക്ക് നിങ്ങൾ വിൽക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ലംഘിക്കരുത്. കരാറുകളെ, ശപഥങ്ങളെ നിങ്ങൾ ലംഘിക്കരുത്. അങ്ങനെ ചെയ്താൽ ലാ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. ഈ ലോകത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ പരലോക ജീവിതത്തിൽ ഒരു വിഹിതവും അവന് ലഭിക്കുകയില്ല. മാത്രമല്ല വലാ യുകല്ലിമുഹുമുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരു വാക്കും ഉരിയാടുക പോലുമില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ കരുണയുടെ നോട്ടം പോലും അല്ലാഹു അവന്റെ മേൽ നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവനെ പാപത്തിൽ നിന്ന് പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, ഏറ്റവും കഠിനമായ ശിക്ഷ അവന് നൽകപ്പെടുകയും ചെയ്യും, അവർക്ക് നൽകപ്പെടുകയും ചെയ്യും. നഊദുബില്ല. എത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ തിരുനോട്ടത്തിൽ നിന്ന് അകന്നു മാറുന്നു. അള്ളാഹു ഒരു വാക്കുപോലും ഉരിയാടാതെ വിട്ടുകളയുന്നു. അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് പരിശുദ്ധിപ്പെടുത്താത്ത കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് കരാർ ലംഘനം എന്ന് പറയുന്നത്. ശപഥം ചെയ്തിട്ട് ആ ശപഥത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള കുറ്റകരമാണ്. നോക്കൂ നിങ്ങൾ, അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ആയത്തിന്റെ വിശദീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നാളെ 3 വിഭാഗം ആളുകളോട് അല്ലാഹു മിണ്ടുകയില്ല. കരുണയുടെ നോട്ടം അവരിലേക്ക് അല്ലാഹു നോക്കുകയേയില്ല, അവരെ പരിഗണിക്കുകയില്ല, അവരെ അവഗണിച്ചു കളയും. മിണ്ടില്ല, നോക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗണിക്കലാണ്. മാത്രമല്ല വലാ യുസക്കീഹിം, അവരുടെ പാപത്തിൽ നിന്നും അവരെ പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, ഏറ്റവും കഠിനമായ നോവേറിയ ശിക്ഷ അവർക്കാണുള്ളത്. സ്വഹാബത്ത് ചോദിച്ചു, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മൻഹും, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ്? ഖാബു വഖസിറു, അവര് പരാജയപ്പെട്ടവരായി പോയല്ലോ, നഷ്ടവാളികളായി പോയല്ലോ, അവരാരാണ് നബിയെ? അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ വർത്തമാനം 3 പ്രാവശ്യം മടക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അൽ മുസ്ബിലു, നോക്കണേ, ഇന്ന് ഗൗരവത്തോടെ നമ്മൾ കാണണേ. അൽ മുസ്ബിൽ, മുസ്ബിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം താഴ്ത്തിയിട്ടിട്ട് അതിനെങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നയാൾ. നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം താഴ്ത്തിയിടുന്ന ആളുകൾ. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട കാരണം, മക്കയിൽ ആളുകൾ ഔന്നത്യത്തിന്റെ അടയാളമായി ആളുകൾ കണ്ടിരുന്ന ഒരു സ്വഭാവമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക. അങ്ങനെ താഴ്ത്തിയിട്ടുകൊണ്ട് നടക്കുന്നത് ഏറ്റവും വലിയ ഔന്നത്യത്തിന്റെ അടയാളമാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം നെരിയാണിയുടെ മുകളിൽ വസ്ത്രം ഇങ്ങനെ കയറ്റി ഉടുത്തിരിക്കുന്നത് കണ്ടിട്ട് മക്കക്കാര് കളിയാക്കിയുണ്ടായി. ഈ വലിയ സമ്പന്നനാണ്, പേരുകേട്ടയാളാണ്, ആളുകളുടെ ഇടയിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളയാളാണ്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ സ്വഭാവം ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ പ്രവാചകൻ, എന്റെ നേതാവ് നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്നത് അത് നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ ശിക്ഷയ്ക്കും കാരണമാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശിക്ഷയെ ഒഴിവാക്കലാണ് ഔന്നത്യം എന്ന് പറയപ്പെടുന്നത്, അല്ലാതെ ഈ വസ്ത്രം താഴ്ത്തിയിടലല്ല എന്ന് പറയും. അപ്പോൾ ഇത് അഹങ്കാര പാപത്തോടുകൂടി ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? അതിങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ നമ്മൾ അറിയാതെ ഒരാളിങ്ങനെ മുണ്ടുടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു, അയാൾ അറിയാതെ താഴേക്ക് ഇറങ്ങിപ്പോയി, അതുകൊണ്ടിട്ട് തെറ്റില്ല. ഇത് അറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി താഴേക്ക് ഇട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? വലിച്ചടിച്ചുകൊണ്ട് നടക്കുക. മുസ്ലിം കണ്ട എത്ര വലിയ ഗൗരവമാണ്. രണ്ടാമത്തത് അൽ മുൻഫിഖു സിൽഅത ബിൽ ഹൽഫിൽ കാദിബി, കള്ള സത്യം ചെയ്തിട്ട് ചരക്കുകളെ വിറ്റഴിക്കുക. അള്ളാണ് സത്യം, പടച്ചവനാണ് സത്യം, മെനഞ്ഞാത് തോട്ടത്തിൽ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ, വയലിൽ നിന്ന് ഇങ്ങോട്ട് വിളവെടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച സാധനമാണ്, വളരെ ക്വാളിറ്റി ഉള്ളതാണ്, നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് സത്യം ചെയ്തുകൊണ്ട്, അല്ലാതെ വിറ്റോ കുഴപ്പമില്ല, അത് ക്വാളിറ്റിയുള്ള സാധനമാണ്, ഫ്രഷായ സാധനമാണ്
നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് പറയുന്നതുകൊണ്ട് തെറ്റില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് കള്ളസത്യം ചെയ്തുകൊണ്ടിട്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്ന കച്ചവടക്കാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. മൂന്നാമത്തത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അൽ മന്നാൻ, ചെയ്ത ഉപകാരത്തെ എടുത്തു പറയുന്നതാണ്. ചെയ്ത ഉപകാരത്തെ എടുത്തു പറയും. ഞാൻ അയാൾക്ക് കൊടുത്തു, ഞാൻ അയാൾക്ക് കൊടുത്തു, ആ ഫക്കീർ ഖാനയ്ക്ക് കൊടുത്തു, മിസ്കീൻ ഖാനയ്ക്ക് കൊടുത്തു, യത്തീം ഖാനയ്ക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഒരു നന്മയായിരിക്കും ചെയ്തത്. ആ നന്മ ഒരു 10 പേരെടുത്തെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തു പറയുക. മറ്റത് സത്യത്തെയും ശബദത്തെയും കരാറുകളെയും ലംഘിച്ചു കളയുക. ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണും. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞത് അവരെ നാളെ ഖിയാമത്ത് നാളിൽ പരിഗണിക്കുകയില്ല, അവരുടെ നേരെ നോക്കുക പോലുമില്ല, അവരോടൊരു വർത്തമാനം മിണ്ടുക പോലുമില്ല. എന്നാൽ അടുത്ത ദൂതന്മാരുടെ സ്വഭാവം, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, ചില ആളുകളുണ്ട്, അവർ വേദഗ്രന്ഥം വായിക്കുമ്പോൾ നാവിനെ വളയ്ക്കുന്നു. വേദഗ്രന്ഥം വായിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ അവർ നാവിനെ വളയ്ക്കുന്നു. യൽബൂന അൽസിനതഹും, നാവിനെ അവർ വളയ്ക്കുന്നു. ലിതഹ്സബൂഹു മിനൽ കിതാബ്, ഈ നാവിനെ വളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന സത്യത്തെ മറച്ചിട്ട് വേറെ രീതിയിലാക്കി പാരായണം ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ലിതഹ്സബൂഹു മിനൽ കിതാബ്, ഈ വേദം വായിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് വേദത്തിൽ പെട്ട കാര്യമാണ് എന്ന് ബോധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അതിനകത്തെ കാര്യങ്ങളെ വളച്ചൊടിച്ച് വായിക്കുക. അതാണ് പറയുന്നത്. നാവിനെ വളച്ചു വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തെ വിഷയത്തെ വളച്ചൊടിച്ചിട്ട് പാരായണം ചെയ്ത് കേൾപ്പിക്കുക, ജനങ്ങളെ കേൾപ്പിക്കുക. എന്നാൽ വമാഹുവ മിനൽ കിതാബ്, അങ്ങനെ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാതാനും, വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഒന്ന് ഇല്ലാതാനും. എന്നിട്ട് അവർ കള്ളം പറയുമ്പോൾ ഇത് അള്ളാഹു അവതരിപ്പിച്ച കാര്യമാണ്, അള്ളാഹു കിതാബിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതല്ല, അള്ളാഹ് പറഞ്ഞ കാര്യമല്ല. അവർ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. വഹും യഅലമൂൻ, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അറിയാമായിരുന്നിട്ടും അള്ളാഹുവിന്റെ മേൽ കള്ളത്തിനെ കെട്ടിച്ചമയ്ക്കുകയാണ് ആര്? യൂതന്മാർ. അപ്പൊ കിതാബുകളിൽ പോലും കൈകടത്തുന്ന ആളുകൾ, വേദഗ്രന്ഥത്തിൽ പോലും കൈകടത്തുന്ന ആളുകൾ. ചില ആളുകൾ ചുമ്മാ തട്ടിവിടുമല്ലോ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ട്? അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാത്ത ഒരു കാര്യം ആരെങ്കിലും മനഃപൂർവ്വം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ, നരകത്തിലെ ഇരിപ്പിടം അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമ്മാ നബിതങ്ങൾ പറഞ്ഞു എന്ന് നബിയുടെ മേൽ ആരോപിക്കും. അള്ളാഹ് പറഞ്ഞു എന്ന് അള്ളാഹ് പറയാത്ത കാര്യങ്ങൾ പറയുക, കിതാബിൽ ഇല്ലാത്ത കാര്യങ്ങൾ കിതാബിലുണ്ടെന്ന് പറയുക. ഇത് ആരുടെ ലക്ഷണമാണ്? ജൂതന്മാർ പണ്ട് കാണിച്ച പരിപാടിയാണ്, അവരുടെ ലക്ഷണം. ശ്രദ്ധിക്കണേ. നമ്മൾ ഖുർആൻ പറയുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ചിലർ തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയാറുണ്ട് സംസാരത്തിന്റെ ഇടയിൽ. ഒരിക്കൽ ഇങ്ങനെ വഹി കിട്ടിച്ച ചോദിക്കാൻ പറയാറുണ്ട്, അതുപോലെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പറയാൻ പാടില്ല. തമാശയ്ക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. വലിയ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന്, കരാറ് ലംഘിക്കരുത്. അത് കാഫിറിനോട് പോലും ആണെങ്കിൽ പോലും നമ്മൾ കരാറ് ലംഘനം ചെയ്യാൻ പാടില്ല. കരാറ് ചെയ്താൽ ആ കരാറിനെ പൂർത്തീകരിക്കണം. രണ്ടാമത്തത് ശപഥം ചെയ്യുക, സത്യം ചെയ്യുക. സത്യം ചെയ്താൽ ആ സത്യത്തെ എന്തിരിക്കണം? പാലിക്കണം. കള്ളസത്യം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം, അനാവശ്യമായി പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു. വേദഗ്രന്ഥത്തിലുള്ളതേ പറയാവൂ, അറിയാതെ പറയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.